ഞാൻ അഖിൽമാരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ബിഗ് ബോസിൽ പോണേക്കാട്ടി ലുലു മാളിൽ പോയി മുണ്ടുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ 10 പേരെങ്കിലും കാണുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഫ്രെയിമിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ അറിയപ്പെട്ടത്. ഇതെന്തോന്ന് ഇത്, കക്കൂസ് കുഴിയും തോറ്റു. അങ്ങനെ അപ്പുറത്തെ ഒരു പടമാണ് നായകനായിട്ട് പുള്ളി വന്നത്. അതായത് മല പോലെ വന്ന് വളവിട്ടങ്ങ് പോയി എന്ന് പറയാം. ആ വായുണ്ട്, ആ അഴുക്ക വായുണ്ട്, ആ വൃത്തിയിട്ട വായുണ്ട്, എന്നും വിളിച്ച് പറയാം. കമന്റ് ഓളികൾ എനിക്ക് ഒരുപാട് തന്ന് ഇപ്പൊ എനിക്ക് കമന്റ് ഓളികളതെല്ലാം ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ശരിക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. മണ്ടന്മാരല്ല, മലയാളികളെ ഓമ്പി ഇപ്പൊ ജനങ്ങൾക്ക് ഇവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം. അപ്പൊ അവന് സിനിമയിൽ അഭിനയിച്ചത് തന്നെ അവനിപ്പോ കുറച്ചിലായി തുടങ്ങിയിരിക്കുകയാണ്. ഡയറക്ടർ കൊണ്ടെന്നാണ് അവൻ പറയുന്നത്. അതാണ് അവന്റെ പണം. ഞാൻ കണ്ട മൂഞ്ചി അഭിനയം, ഞാൻ കണ്ടത് മൂഞ്ചി അഭിനയം. കണ്ടവരെല്ലാം വെറുത്തിറങ്ങി തുപ്പിയിട്ടാണ് പോയത്. സത്യം പറഞ്ഞ വെറുത്തു പോയി. ലാലേട്ടന് അവാർഡ് കിട്ടുമെന്ന് അവൻ പ്രവചിച്ചെന്തോ പറഞ്ഞു. പ്രവചിച്ചെന്താ പറഞ്ഞത്? എനിക്ക് അങ്ങനെ പറഞ്ഞത് പ്രവചനം കിട്ടിയതാണ് എനിക്ക് തോന്നുന്നത്. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞവര് ഈ അഖിൽ രാജിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ അനുമോളെ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയാണ്. ഇപ്പൊ അനുമോളിന് കളിക്കാൻ അറിഞ്ഞൂടാന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. പക്ഷെ അനുമോള് നല്ല ബുദ്ധിയുള്ളവളാണ്. ചേട്ടൻ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതു കാര്യങ്ങളിൽ പലപ്പോഴും സിനിമ റിവ്യൂവിന് അപ്പുറത്തേക്ക് ഇടപെടാറുണ്ട്. അപ്പൊ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അഖിൽമാരാർക്ക് ഇതിലൊരു പോസ്റ്റ് ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടന്റ് ഒന്നും, അത് എഴുതാനുള്ളൊരു വികാരം എന്തായിരുന്നു, അങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ടതിനുള്ള കാരണം എന്തായിരുന്നു ഒന്ന് പറയാം. അങ്ങനെ പറയാൻ കാര്യം, ഞാൻ അഖിൽമാരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഈ മാരാർ എന്നുള്ളൊരു സംഭവം അത് ഇപ്പൊ ഈ ബിഗ് ബോസ് ഇറങ്ങിയപ്പോഴത്തേക്കാണ് മാരാർ എന്നുള്ള സംഭവിച്ചത്. അപ്പൊ ഈ അഖിൽ രാജ് കോട്ടത്തല എന്നുള്ള ഒരു പേര് മാത്രമേ എനിക്ക് അറിയാവൂ. ഈ മാരാർ എന്നുള്ള സംഭവം എനിക്കറിയാം. അതാരാന്ന് എനിക്കറിഞ്ഞുകൂടാ. അഖിൽ രാജ് കോട്ടത്തല എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അതില് ഈ അഖിൽ രാജ് കോട്ടത്തലേനെ നേരത്തെ ബിഗ് ബോസ് കണ്ട സമയത്തൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ നമ്മളെ പോലെ സാധാരണ, ഞാൻ ആട്ടം ഓടിക്കുന്നു, അവൻ സാധാരണക്കാരനെ പോലെ ഇത് വഴിയോര കച്ചവടങ്ങളിലൊക്കെ ഇരുന്ന് മാങ്ങ വിറ്റും ജ്യൂസ് അടിച്ചും ഒക്കെ വിറ്റ് കഷ്ടപ്പെട്ട് കയറി ബിഗ് ബോസിൽ വന്ന് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞവനും കൂടെയാണ്. കാര്യം ബിഗ് ബോസില് നേരത്തെ ബിഗ് ബോസില് അവന്റെ അടുത്ത് ഒരു ഇതില് ചോദിച്ചപ്പോഴത്തേക്ക് ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചവൻ പറഞ്ഞ് ബിഗ് ബോസിൽ പോണേക്കാട്ടി ലുലു മാളിൽ പോയി മുണ്ടുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ 10 പേരെങ്കിലും കാണുമെന്ന് പറഞ്ഞ്. ആ പറഞ്ഞപ്പോ ബിഗ് ബോസ് ഫ്രെയിമിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ അറിയപ്പെട്ടത്. ആ വായില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ മുള്ളംകൊല്ലി സിനിമ ഇറങ്ങി, ഞാൻ കാണാൻ പോയി. പാവപ്പെട്ടവൻ നല്ലൊരു പടമല്ല എന്ന് പറഞ്ഞിട്ട് പോയി കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് നമ്മള് മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്താലും നല്ല രീതിയിൽ നമുക്കൊരു കണ്ടന്റ് വെച്ച് ചെയ്യാം. ഇതെന്തോന്ന് ഇത്, കക്കൂസ് കുഴിയും തോറ്റു. അങ്ങനെ അപ്പുറത്തെ ഒരു പടമാണ് നായകനായിട്ട് പുള്ളി വന്നത്. അതായത് മല പോലെ വന്ന് വളവിട്ടങ്ങ് പോയി എന്ന് പറയാം. അതായത് പുള്ളി ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ആയിരുന്നു. ഞാൻ വരും, എന്റെ സിനിമ വരും, ഞാൻ ഡയറക്ട് ചെയ്യാൻ പോവുകയാണ്, ജോജു ഭയങ്കര പടങ്ങൾ വരാൻ പോകുന്ന ഈ ചെറുക്കൻ ഈ അഖില് പറഞ്ഞത് നിങ്ങളെ കേട്ടില്ലായിരുന്നു? പറയാണ് എന്തോന്ന്, ഈ സിനിമയില് 10-20 ദിവസത്തെ ഷൂട്ട് പോയ സമയം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഇന്റർവ്യൂവിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ആ പൈസ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമായിരുന്നു. അഹങ്കാരം. വന്ന വഴി അഖിലെ നീ മറക്കരുത്. അഖിൽ രാജ് കോട്ടത്തല എന്നുള്ളൊരു പേരില് അഖിൽ മാരാർ എന്നുള്ളൊരു പേരും കൂടെ വെച്ച് നീ അതിന്റെ ആവശ്യം വല്ലതും ഉണ്ട്. നീ വന്ന വഴി മറക്കരുത്. നീ മാങ്ങ വിറ്റും ജ്യൂസ് അടിച്ചും എല്ലാരും കൊടുത്ത് നീ നാട്ടുകാരെ നീ ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ ചേർത്ത് നീ ബിഗ് ബോസ് ഫ്രെയിമിൽ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞ് ബിഗ് ബോസിൽ കയറി വന്ന് നീ പറയേണ്ട കാര്യമില്ല. നിനക്ക് കാശ് വന്നപ്പോൾ നിനക്ക് അഹങ്കാരമായി പോയി. അവന് ഒരു ഇന്റർവ്യൂവിന് 1.5 ലക്ഷം രൂപ വെച്ച് ഒരു 10-50 ഇന്റർവ്യൂ ആയി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ? 10-50 ലക്ഷം രൂപയ്ക്ക് പുറത്തായില്ലേ? അവന് 10 ലക്ഷത്തിന്റെ ബൈക്ക് എടുക്കാം, 50 ലക്ഷത്തിന്റെ കാർ എടുക്കാം. ഇപ്പം ചെറുക്കം എടുക്കുകയല്ലേ. ഇപ്പൊ പാവങ്ങളായ നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റൂല. ജീവിതം ആസ്വദിച്ച് ജീവിക്കാനാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴും പുള്ളിക്ക് ആസ്വദിച്ച് ജീവിക്കാം. ഈ അഹങ്കാരത്തിന്റെ ഒരു തലയിൽ കയറി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം. പുള്ളി കണ്ടന്റ് എന്ന് പറയുന്നത് പുള്ളിനെ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പോലും പുള്ളി റിയാക്ട് ചെയ്യൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളർന്നു പോകും എന്നുള്ളൊരിത് വെച്ച് റിയാക്ട് ചെയ്യില്ല. പക്ഷെ പുള്ളി മര്യാദക്കിരുന്ന വേടനെ എടുത്ത് വെച്ച് സംസാരിച്ചു. ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല, വേടനെ എടുത്ത്. അതായത് പുള്ളി നേരത്തെ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ജയിലിൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉടനെ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ റീച്ച് അങ്ങ് കുറഞ്ഞു. ആ വായുണ്ട്, ആ അഴുക്ക വായുണ്ട്, ആ വൃത്തിയിട്ട വായുണ്ട്, എന്തും വിളിച്ച് പറയാം. കമന്റ് ഓളികൾ എനിക്ക് ഒരുപാട് തന്ന് ഇപ്പൊ എനിക്ക് കമന്റ് ഓളികളതെല്ലാം ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ശരിക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്.
കുതന്ത്രതന്ത്രം ഭയങ്കര ബുദ്ധിയുള്ളവനാണ്. മനസ്സിലായില്ലേ? അത് ജയിലിൽ പോയിട്ട് വന്ന ഉടനെ അവൻ ഇങ്ങനെ നോക്കും, അടുത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആരാണ് എന്ന് നോക്കിയിട്ട് അവൻ ആ കുറെ വീഡിയോകളെല്ലാം കണ്ടിട്ട് അവ ആദ്യമേ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. പറഞ്ഞാൽ അറിയാം കേട്ടോ. ആ വാ ഇല്ലായിരുന്നെങ്കിൽ ആ വാ വെച്ചാണ് അവ ഇത്രയും ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ഞാൻ ഒരുത്തന്നെ കുറ്റം പറഞ്ഞില്ല. ആ വാ ഇപ്പൊ ഞാൻ വാവച്ചെന്ന് പറയുമ്പോൾ കമന്റുകളിൽ പറയും നിങ്ങൾക്ക് വാവച്ച് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് പറയും. മനസ്സിലായില്ലേ? അല്ല ചേട്ടാ, ഈ മലയാളികൾ തന്നെയല്ലേ ഇയാളെ വിശ്വസിക്കുകയും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കരുതുകയും വിജയിപ്പിച്ചത് ബിഗ് ബോസിൽ. അതെ, അതേ മലയാളികളെ മണ്ടന്മാരാക്കുന്ന ഒരു പരിപാടിയല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. മണ്ടന്മാരല്ല, മലയാളികളെ ഓമിക്കാണ് അവൻ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ പറയാനുള്ള കാര്യം കാണിക്കുന്ന പറയല പച്ച മലയാളി കാണിക്കുന്ന കാര്യം ഇപ്പൊ എല്ലാരും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജീവിതം നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കണം. നിങ്ങൾ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ കഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലും മുറുക്കെ പണിയെടുത്ത് ലോൺ എടുത്ത് ഒരു വീടൊക്കെ വെച്ച് ലോൺ അടച്ച് അവസാനം ലോൺ തീരുമ്പോൾ നിങ്ങൾക്ക് 50 വയസ്സാവും. നിങ്ങൾക്ക് 50 വയസ്സ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സുഖമില്ലാതെ നിങ്ങൾ ഒരു രോഗിയാവും. പിന്നെ നിങ്ങൾ അതിന് മരുന്ന് വാങ്ങിക്കണം, ഇതിന് മരുന്ന് വാങ്ങിക്കണം. അതുകൊണ്ട് ജീവിതം ഇങ്ങനെയുള്ള അങ്ങനെ പാവപ്പെട്ടവർക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാലേ പറ്റുള്ളൂ. അവന്റെ വായ കൊണ്ട് ഈ ജനങ്ങളെ മുന്നിൽ അനാവശ്യവും തോന്നിയാസവും പറഞ്ഞിട്ട് അവൻ കാശുണ്ടാക്കുന്നു. അതേപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കഷ്ടപ്പെടുന്നവന്റെ വേദന അവന് ജ്യൂസ് വിറ്റും മാങ്ങ വിറ്റും ജീവിച്ച നേരത്തെ ഒരു അഖിൽരാജ് കോട്ടത്തല ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. എന്തോ വലിയ മാരാറെന്ന് പറഞ്ഞ സംഭവമാണ്. എന്താണ് ഈ മാരാർ? ഒരു ബ്രാൻഡാണ് വിശ്വസിക്കുന്നുണ്ട്. ഇത് ഞാൻ ഷർട്ട് ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത് ജവാന്റെ ബ്രാൻഡ് എനിക്കറിയാം, മാങ്കോച്ചില് ബ്രാൻഡ് അറിയാം, പിന്നെ ഓൾഡ് മങ്ക് ബ്രാൻഡ് അറിയാം, പിന്നെ മാജിക് മൂവ്മെന്റിന്റെ ബ്രാൻഡ് അറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡുകൾ എനിക്കറിയാം. പിന്നെ സ്വന്തമായിട്ട് മാരാർ എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ മദ്യക്കുപ്പിയുടെ ബ്രാൻഡാണ് എനിക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ ഷർട്ടിന്റെ ബ്രാൻഡ് അറിയാം, പാൻസിന്റെ ബ്രാൻഡ് അറിയാം, നമ്മൾ ഇടുന്ന നിക്കറിന്റെ ബ്രാൻഡ് അറിയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്കറിയാം. ഈ മാരാറിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞു എന്താണ് സംഭവം. ചേട്ടാ, ഫേസ്ബുക്ക് പോസ്റ്റ് ചേട്ടനെ ചൊടിപ്പിച്ചത് എന്താണ്? അതിനൊരു ഒരു കാർ ഉണ്ടാവില്ലേ, ഞാൻ ഒരു പോസ്റ്റ് ഇട്ടേക്കാം എന്നൊരു തോന്നൽ വരുന്ന ആ പോയിന്റ് എവിടെയാണ്? കാര്യം നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ആളാണ് ഞാൻ. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മൊത്തം അഖിൽരാജ് കോട്ടത്തല. ഈ അഖിലിന്റെ അടുത്ത് എപ്പോഴും യവൻ തന്നെ. ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യവന്റെ വീഡിയോ എല്ലാവരും കാണുമ്പോഴത്തേക്ക് യവന് കാശ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തവർ യവനെ വീണ്ടും ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. യവന് വീണ്ടും അവൻ റീച്ച് ആവുകയാണ്. വീണ്ടും അടുത്ത കണ്ടെത്തിയിട്ട് അവന്റെ അഴുക്ക വായുണ്ടോ അടുത്ത അഴുക്ക വർത്താനം പറയും. അത് കഴിയുമ്പോഴത്തേക്ക് അതും റീച്ച് ആയിക്കൊണ്ടിരിക്കുമ്പോഴും നേരെ അടുത്ത വായിൽ പോയിട്ട് അടുത്ത അവിച്ച പുളുവും കൊണ്ടുവരും. അവിച്ച മുട്ട എടുത്ത് നിന്നുകൊണ്ട് അവിച്ച പുളുവും പറഞ്ഞോണ്ടേ നടക്കുക. അവന് നാണയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവൻ സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കണം. ഇതാണ് അവന്റെ പരിപാടി. ഇപ്പൊ ജനങ്ങൾക്ക് ഇവന്റെ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം, പൈസയ്ക്കാണ് അഹങ്കാരം. പൈസ കിട്ടിയപ്പോൾ ഭയങ്കര അഹങ്കാരം. അതാണ് പറയണത്. എത്ര കാശ് കിട്ടിക്കഴിഞ്ഞാലും വെറും ചത്ത ശവമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ണാണ്. അതിന് തുല്യമാണെന്ന് അവനെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പുള്ളി കാണിക്കുന്ന റീച്ചിന് വേണ്ടിയാണ്. അഖില നീ കാണിക്കുന്ന റീച്ചിന് വേണ്ടിയാണ് നമുക്കറിയാം. കാര്യം നിനക്ക് 10 രൂപ കാശ് കിട്ടണമെങ്കിൽ നീ ഇങ്ങനെ ഉള്ള അപവാദങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞാലേ നിനക്ക് 10 രൂപ കാശ് കിട്ടുള്ളൂ. അതെനിക്ക് നല്ലവണ്ണം അറിയാം. ഈ കാണുന്ന ജനങ്ങൾ ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ ഉള്ള കാശ് കൊണ്ട് നീ ഇപ്പം ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചു, അഴുക്ക വായുണ്ടൊക്കെ പിന്നെ പറയുമ്പോൾ പിന്നെ വാങ്ങിച്ചു കൂടേടേ. നമ്മളുള്ള കാര്യം നമ്മൾ പറയുന്നു, ഉള്ള കാര്യം മറ്റുള്ളവരെ നമ്മൾ അറിയിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് സഖ്യമുട്ടി ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ അഖിൽരാജിന്റെ വീട്ടിലുള്ളവരെ ആരെ ഞാൻ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും പുള്ളിയുടെ സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര തന്നെയാണ് പറയുന്നത്. ഇപ്പൊ അവന് സിനിമയിൽ അഭിനയിച്ചത് തന്നെ അവനിപ്പോ കുറച്ചിലായി തുടങ്ങിയിരിക്കുകയാണ്. യാതൊരാളാണെന്ന് സിനിമയിലെ ഒരു ഫ്രെയിമിൽ അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അവനത് കുറച്ചിലായി. കാര്യം ഇന്റർവ്യൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഒരുപാട് കാശ് കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. ഈ സംവിധായകന്റെ നമ്മൾ പറഞ്ഞല്ലോ, അഖിൽ കോട്ടത്തലെ വെച്ച് പടം ചെയ്ത സംവിധായകന്റെ കാര്യം, പുള്ളി വലിയ അബദ്ധം പറ്റിയ പോലെയാണ്. കാരണം ആ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഈ അഖിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞ് ആ സിനിമ ഡിഗ്രിയുടെ നിലയിൽ സംസാരിക്കുകയും ചെയ്തു ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട്. അപ്പൊ ആ സംവിധായകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെന്താ ഇഷ്യൂ ആയിട്ട് പുള്ളിക്ക് അത് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ കാണുന്നത്? ഒരു സംവിധായകൻ ഇയാൾക്ക് സിനിമ ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് അയാളുടെ മനസ്സ്, അല്ലെങ്കിൽ അയാൾ ചെയ്തൊരു വലിയ കാര്യമാണ്. അതിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ കാണുന്നത് ചേട്ടാ? അത് ഞാൻ കാണുന്നത് അവന് അഹങ്കാരത്തിന് ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയേണ്ട കാര്യം അവന് സിനിമയില്ലെങ്കിലും ജീവിക്കേണ്ട കാശ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിൽ വെച്ച് തന്നെ അവന്റെ അഴുക്ക വായി വെച്ച് അവൻ ഒരുപാട് ജനങ്ങൾ പ്രേക്ഷകരെ അവൻ ഏറ്റെടുത്ത് വെച്ചിരിക്കുകയാണ്. കാര്യം അവന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും നമ്മൾ ആദ്യം അവരുടെ ഐഡിയ ആണെന്ന് അറിയാമോ. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവരുടെ സിമ്പതി ഇങ്ങനെ പിടിച്ചു പറ്റും. സിമ്പതി പിടിച്ചു പറ്റിയിട്ട് നമ്മൾ അത് വെച്ച് നമ്മൾ റീച്ച് ഉണ്ടാക്കും.
റീച്ച് ഉണ്ടാക്കിയിട്ട് പയ്യെ പയ്യെ നമുക്ക് ഫണ്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളങ്ങ് മാറി വരുമ്പോഴത്തേക്ക് വേറെ പിന്നെ ഭയങ്കരമായിട്ട് ഉയർന്ന ഒരു രീതിയിലായിട്ടാവും. പിന്നെ നമുക്ക് പല ബന്ധങ്ങളും വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നാലും, ഒരു വലിയ ഡോക്ടേഴ്സ് ആയിരുന്നാലും, ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഒരു MD ആയിരുന്നാലും, ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊക്കെ ഭയങ്കര ഇതാവും. മനസ്സിലായില്ലേ? ആ ഒരു ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആദ്യം വന്ന വഴി അവരങ്ങ് മറക്കും. പിന്നെ നമ്മളൊക്കെ വെറും പുഴുക്കള കണക്കാണ് അവരും കാണുന്നത്. ഇത് തന്നെയാണ് അവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ വളർന്നതും. പിന്നെ ഡയറക്ടർ പറഞ്ഞെന്ന് പറയുന്നത്, ഇവൻ പണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം, ഈ അഖിൽ രാജ് കോട്ടത്തല ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ഡയറക്ട് ചെയ്ത് ജോർജ് ജോർജിനെ വെച്ചാണ് ആ സിനിമ ഡയറക്ട് ചെയ്തത്. ഒരു ഡയറക്ടറും കൂടെ എന്നാണ് അവൻ പറയുന്നത്. അതാണ് അവന്റെ പടം ഞാൻ കണ്ട മൂഞ്ചി അഭിനയമായിരുന്നു. കണ്ടവരെല്ലാം വെറുത്തിറങ്ങി തുപ്പിയിട്ടാണ് പോയത്. സത്യം പറഞ്ഞ വെറുത്തു പോയി. എന്നിട്ട് യവൻ ആ സിനിമയിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് MGM സ്കൂൾ അറിയാവോ? MGM-ന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഹോട്ടലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യമാണ്. അപ്പം ഈ MGM-ല് ഞാൻ സത്യം പറയാൻ കാര്യം എന്ന് അറിയാം, ഈ MGM-ല് ഡയറക്ടറുണ്ട്. സാറിനെ വെച്ചാണ് സാറിനെ നേരെ പാലക്കാടൊക്കെ കൊണ്ടുവന്ന ലൊക്കേഷനൊക്കെ കാണിച്ച് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞ് ഉള്ള പുളുകളെല്ലാം പറഞ്ഞ് അയാൾ ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിരങ്ങ് അടിച്ചവങ്ങിട്ട് അവന്റെ അറിയാലേ, അവൻ അടിച്ചങ്ങ് ഇട്ടിട്ടാണ് ഈ പടം ജോർജ് ജോർജിനെ വെച്ച് അങ്ങ് ഡയറക്ട് ചെയ്ത്. അതില് ആ സിനിമയിലെ പ്രൊഡ്യൂസറിന് ഒരു അവസരം കൊടുക്കുകയും പിന്നെ ഒരു സിനിമയിലെ ഒരു മാനേജർക്ക് അതിലൊരു അവസരം കൊടുക്കുകയും ആ സിനിമയിൽ അഭിനയിച്ച ആ സ്കൂളിലെ മാനേജറെ അഭിനയിക്കുക, മാനേജറെ ഡ്രൈവറിന് അതിലൊരു അവസരം കൊടുത്തിട്ടുണ്ട്. ആ സിനിമയെ കൊടുത്തത്. പക്ഷെ ആ സിനിമ കാണാനായിട്ട് ആളില്ല. ആ ഇറങ്ങിയപ്പോ ആളില്ലാതെ വന്നപ്പോ എന്ത് ചെയ്തെന്നറിയാവോ? MGM സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ അവര് പറയും, ഇന്ന ഒരു ആളുടെ സിനിമ ഇറങ്ങുകയാണ്, അപ്പോ ഇന്നയാളെ പ്രൊഡ്യൂസ് ചെയ്ത അഖിൽ മാരാറാണ്, അഖിൽ രാജ് കോട്ടത്തലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളില്ലാത്തതുകൊണ്ട് അപ്പോ സിനിമ കാണാൻ നിങ്ങൾക്ക് ടിക്കറ്റ് തരും. അതായത് ഫ്രീ ടിക്കറ്റഡേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഫ്രീ ടിക്കറ്റാണ്. അത് തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒരു സിനിമ ഒരു പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്തത് MGM ഗ്രൂപ്പിന്റെ MD ആണ്. ആ സിനിമയിൽ ഡയറക്ട് ചെയ്തതെന്ന് പറയുന്നത് അഖിൽ രാജ് കോട്ടത്തലയാണ്. പിന്നെ അഖിൽ രാജ് കോട്ടത്തലയാണ്. അദ്ദേഹത്തിനെ പറഞ്ഞ് പടം വിജയിക്കും, ഇതാണെന്നൊക്കെ പറഞ്ഞ് അവന്റെ വായോണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുവന്ന് അവൻ സിനിമ എടുത്ത് ആ സിനിമ കാണാൻ പോലും ആളില്ല. അയാൾക്ക് നഷ്ടമാണ് വന്നത്. ആ സാറിന് നഷ്ടമാണ് വന്നത്. അവന് നല്ല പൈസ ഉണ്ടാക്കി, ഡയറക്ട് ചെയ്യാൻ നല്ല പൈസ ജോർജ് ജോർജിനെ വെച്ച്. ഇതെല്ലാം അവന്റെ നാടകമാണ്. ഇത് ശരിക്കുമുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വെറും നാടകമാണ്. അങ്ങനെ വെച്ചാണ് അവൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമായതും അവന് ബിഗ് ബോസിൽ ഒരു അവസരം കിട്ടാൻ കാരണമായതും. അതിൽ വെച്ചാണ് അവൻ മനസ്സിലാക്കിയത്, പ്രേക്ഷകരെ ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ ജ്യൂസ് കടയും മാങ്ങ വിൽക്കുന്നതും ഇതെല്ലാം എനിക്ക് സാധാരണക്കാരിൽ ഒരാളാണ് താനും എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുക. സാധാരണക്കാരിൽ ഒരാളാണ് അവനാണെന്ന് വിശ്വസിപ്പിക്കുക. ആ ഒരു വിശ്വാസം അവൻ അത് ഈ ലോകമെമ്പാടും ഏറ്റെടുപ്പിച്ചു. അതുകൊണ്ട് അവൻ വിജയം കൈവരിച്ചു. ഇത് തന്നെയാണ് സംഭവം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ഒരു ജ്യൂസും മാങ്ങയും വിറ്റുകൊണ്ട് നടക്കണം എന്ന് പറയുന്നത്, അവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഇപ്പൊ ഒരാളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ആരും പോയി അങ്ങനെ കാണൂല. അപ്പൊ അതിനു മുമ്പ് അവന് ബന്ധങ്ങളുണ്ട്. എല്ലാ ബന്ധങ്ങളും വെച്ചിട്ടാണ് ഈ പുള്ളി പോയി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ആ ഒരു പടം ഡയറക്റ്റ് ചെയ്തതിന് ശേഷമാണ് പുള്ളി ബിഗ് ബോസിൽ കയറാനും പിന്നെ പുള്ളിയുടെ ജോലി എന്താണെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ജ്യൂസ് കടയെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഇപ്പോഴും നടക്കുന്നത് നമ്മളെ പോലുള്ള ലോക്കൽ നടക്കുന്ന സെറ്റപ്പിലാണ് നേരത്തെ അഖിൽ രാജ് കോട്ടത്തല നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ എല്ലാം അവന്റെ ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇപ്പം പുള്ളിയെ കിടക്കണുണ്ടോ? അതൊക്കെ അവരുടെ കഴിവ്, അവന്റെ വാ വെച്ച് അവ ഉണ്ടാക്കിയ അവന്റെ കഴിവ്. അതിന് ഞാനൊന്നും പറയാനില്ല. കയ്യിലായിരുന്നാലും വിരലിലായിരുന്നാലും കഴുത്തിലായിരുന്നാലും ഭയങ്കര സെറ്റപ്പ് അല്ലേ. അവന്റെ സിനിമ ഇറങ്ങിയപ്പോ തന്നെ അവരെ ഫാമിലി തന്നെയാണ് വന്നത്. ഭയങ്കര സൂപ്പർ പടമാണ്, ആക്ഷൻ പടമാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ചമ്മന്തിയാണ്, ഇതൊക്കെ പറയാ. ഉരുട്ടി കളിച്ചാലും പടം കൊള്ളൂലെങ്കിൽ തിയേറ്ററിൽ വീഴും എന്നൊരു തെളിവല്ലേ നമ്മളിപ്പോ കണ്ടത്. അതെ, ഞാന് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഫ്രീ ടിക്കറ്റ് ഒരുപാട് വരാറുണ്ട്. ഞാൻ ഫ്രീ ടിക്കറ്റ് വാങ്ങിച്ചാൽ പടം കാണില്ല.
ഞാൻ സ്വന്തമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. കാരണം നമ്മൾ ഫ്രീ ടിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ സിനിമ കണ്ടാൽ നമ്മൾ മോശമായിട്ടുള്ള പടമാണെങ്കിൽ നമ്മൾ നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ സ്വന്തം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്ത് കാണണം. അത് ഒരു സിനിമ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. കാര്യം ഇന്ന് തന്നെ ഷെയ്നിന്റെ പടം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പടം എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് കൊള്ളാം. ഞാൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ഇത് കാണിക്കുമ്പോൾ തന്നെ, പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പടം എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, മോശപ്പെട്ട പടമാണെങ്കിൽ ഞാൻ മോശപ്പെട്ടതെന്ന് തന്നെ ഞാൻ പറയും. പിന്നീട് ഇവൻ ലാലേട്ടന് അവാർഡ് കിട്ടുമെന്ന് ഇവൻ പ്രവചിച്ചെന്തോ പറഞ്ഞത്. അത് മുൻകൂട്ടി പ്രവചിച്ചാണെന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നമുക്ക് ഈ പ്രവചനം കേൾക്കാറ് കുറച്ച് നമുക്കറിയാലോ മുൻകൂട്ടി അല്ല എന്തൊക്കെ നടക്കാം. അതാണ് മുൻകൂട്ടി പ്രവചന കാര്യം. ഞാൻ എന്തിനു പറയാം അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. പറഞ്ഞോ എന്താണ് മോഹൻലാലിന് അവാർഡ് കിട്ടുമെന്ന്, ഈ ഒരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും ടോപ്പായ ഈ ഫാൽക്കൺ അവാർഡ് കിട്ടുമെന്നുള്ളത് നേരത്തെ പ്രവചിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ, ഇതെവിടെയാണ് ഈ പ്രവചനം നടത്തിയത്, എപ്പോഴാണ് നടത്തിയത്, ആരാണ് ഈ പ്രവചനം കേട്ടത്, അതിനെപ്പറ്റി എന്ത് ചെയ്യേണ്ടത് തോന്നുന്നു? ഞാൻ പറയാം. അഖിൽ രാജ് നേരത്തെ ഒരു പ്രവചനം നടത്തി. ഇപ്പം ജോത്സ്യന്റെ പണിയും കൂടെ ഇപ്പൊ തുടങ്ങിയെന്ന് അറിഞ്ഞു. കാര്യം പുള്ളിയുടെ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം ജോത്സ്യപ്പണി ഇപ്പൊ തുടങ്ങി. കാര്യം നമ്മൾക്കിപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ജോത്സ്യം പറയാൻ പറ്റൂല. അതേപോലെ ഇപ്പൊ ലാലേട്ടത്തി ഇപ്പം ഇത്രയും വലിയ അവാർഡ് കിട്ടുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചു വെച്ചു പറഞ്ഞു. അത് ഏതോ അവന്റെ സ്ഥലത്തിന്റെ പേരെന്തെന്ന് കൊട്ടാരക്കര കോട്ടത്തല, അത് തന്നെ കൊട്ടാരക്കര യാതൊരു കൊട്ടയിലിരുന്ന് യാതൊരു കുട്ടക്കകത്തിരുന്ന് യാതൊരു മാങ്ങക്കകത്താണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പ്രവചനം കിട്ടിയതാണ് എനിക്ക് തോന്നണത്. ഞാൻ എന്തിനു പറയട്ടെ, ഇത്രയും പ്രവചനം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞ. അല്ല ഞാനതിനെ പറയട്ടെ. അപ്പൊ ഞാൻ പറയാം അഖിൽ രാജ് അല്ല എന്തിനു പറയാ, നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ലല്ലോ. ഈ ഒരു പ്രവചനം ഉണ്ടെങ്കിൽ എന്ത് പറയാ, അടുത്ത പ്രവചനം ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇപ്പൊ ആക്ച്വലി നമ്മളെല്ലാരും. അടുത്ത പ്രവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മോഹൻലാലും മമ്മൂട്ടി അവനെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനായിരിക്കും. കാര്യം അവനൊരു പടം കണ്ടപ്പോൾ എല്ലാവർക്കും വയറ് വീത്ത്. നിധിയെ കൂടുതൽ എന്തിനു വേണം. അയ്യോ ഈ കൊട്ടാരക്കരയാണ് അവന്റെ വീട്. കൊട്ടാരക്കരയാണ് ഈ ചെയർമാന്റെ വീടും, ഈ MGM ഗ്രൂപ്പിന്റെ ചെയർമാന്റെ വീടും കൊട്ടാരക്കരയാണ് പുള്ളി തുടങ്ങിയ ആദ്യത്തെ സ്കൂളെന്ന് പറയുന്നത്. ആ സ്കൂൾ വെച്ചാണ് പുള്ളി പല സ്കൂളുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കൊട്ടാരക്കരയാണല്ലോ അവന്റെ വീട്. അപ്പൊ പിന്നെ എന്തായാലും പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളി കാര്യം മനസ്സിലായുന്ന ഒരാളാണ്. ആ MGM-ലെ ചെയർമാൻ മനസ്സിലായുന്ന ആളാണ്. ബുദ്ധിപരമായിട്ട് ചെയ്തു കളഞ്ഞ ചേട്ടാ. എന്തായിരുന്നാലും യാത് കുട്ടയിലിരുന്നാലും ഒരു കോട്ടത്തല ഒരു കൊട്ട തന്നെ, പക്ഷെ ഒരു കോട്ട തന്നെയാണ് അവൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ ബിഗ് ബോസിലോട്ട് വരാം. അത്യാവശ്യം കാണാറുണ്ട്. ഇപ്പോ കോൺട്രവേഴ്സ് ആയി നിൽക്കുന്നത് അതിനകത്തൊരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ട്. ആദില നൂറയും. പലപ്പോഴും അവരെ അംഗീകരിക്കുന്നവർ അതിനകത്തുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. ചേട്ടൻ ഏത് പക്ഷമാണ്? ജനങ്ങളോട് അതിനെപ്പറ്റി ചേട്ടൻ എന്താണ് പറയാൻ? ഞാൻ ഇപ്പൊ ആദില കപ്പിൾസ് ആണ് ആദില നൂറ എന്ന് പറയുന്നത്. അതേപോലെ ജെൻസിനും ഉണ്ട്. എന്താ പറയാ, അത് സമൂഹത്തിൽ അത് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് അങ്ങനെ തെറ്റാണെന്ന് കരുതുന്നവരോട് എന്താ പറയാനുള്ളത്? അത് തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നില്ല. അവരുടെ ഇപ്പം നമ്മളെ വീട്ടുകാരെ ഇഷ്ടത്തിന് നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നു. അവർക്ക് പ്രായമാകുമ്പോൾ അവരുടെ രീതിയായിട്ട് അവർ പോകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല. കാര്യം അവരുടെ ബ്ലഡും ഇങ്ങനെ വരുന്നവരുടെ ബ്ലഡും ഒരേ യോജിപ്പിലായിട്ട് ആയിപ്പോവും. അത് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മളത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ തന്നെ വെറുത്തു പോകും. നമ്മളെ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും അവരെ വായിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അവര് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരാളാവുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പോകും. നമ്മളെ വീട്ടുകാർ അതിനുള്ള പഠിത്തവും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കും. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കാമല്ലോ. എന്താണ് തെറ്റിയാലോ ഒരു തെറ്റുമില്ല. അവര് ആരുടെ ശല്യത്തിന് അവർ പോകുന്നില്ലല്ലോ. അവരുടെ രീതിയായിട്ടല്ലേ അവര് പോകുന്നത്. അവരാരുടെ ശല്യത്തിനും പോലെ ഞാൻ അവരുടെ പക്ഷത്താണ്. അഖിൽമാരാര് ഇത്തവണത്തെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു സ്വന്തം സിനിമ പ്രൊമോഷൻ ചെയ്യാനും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കണ്ടായിരുന്നു?
അത് അവിടെ ചെന്ന് നിന്നിട്ട് യവൻ അറിയാന്നുള്ള കുറച്ച് പേരൊക്കെ അതിലുണ്ട്. യവനെ പോലെ ഉള്ള വാ തുറന്ന് പുളു പറയുമല്ലേ, അതേപോലെ കാര്യങ്ങൾ പോയി പറഞ്ഞു കൊടുത്തിട്ടാണ് വന്നത്. എന്നിട്ടാണ് ഭയങ്കര മെമ്മറി മാനാണ്. അത് ഇപ്പോ അതില് നമ്മുടെ ലക്ഷ്മിയോ മറ്റേ അവരുടെ പേരെന്തൊരു വേദലക്ഷ്മി എന്ന് പറയുന്ന ആളുണ്ട്. അവര് മറ്റേ ഈ ആദിലൻ നൂറേനെയൊക്കെ കുറ്റം പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലായിക്കൂടെ, എവിടെയും കണ്ടന്റിലാണ് വിജയം, എവിടെയും കണ്ടന്റിലാണ് വിജയം. അപ്പൊ അഖിൽ രാജ് അവിടെ കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം അവന്റെ അങ്ങനത്തെ വാഴയാണല്ലോ. എന്തായാലും ലക്ഷ്മി എന്ന് പറയുന്ന അവർക്ക് നല്ലൊരു കണ്ടന്റ് നേരത്തെ പറഞ്ഞു. കാര്യം ഈ ലക്ഷ്മി എന്ന് പറഞ്ഞവര് ഈ അഖിൽ രാജിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓ ഇതിലുണ്ട്, മുള്ളംകൊല്ലിയിലുണ്ട്. മുള്ളംകൊല്ലിയിൽ അവര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് നല്ലൊരു കണ്ടന്റ് കൊടുത്തിട്ട് വന്നു. അവർ ആ കണ്ടന്റ് അവിടെ ഇറക്കിയിട്ടുണ്ട്. അത് ഫേമസ് ആയിട്ടുണ്ട്. അതാണ് പറയണത്, എല്ലാരും പിടിച്ചു പറ്റിയെടുക്കാൻ പറ്റും. അവന്റെ വായിന്ന് പറഞ്ഞ ആ വാക്ക് ഒന്നൊന്നര നാക്കാണ്. 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ ആ നാക്ക് കിട്ടൂല നമുക്ക്. 10 കോടി കൊടുത്താലും കിട്ടൂല. പക്ഷെ എന്തെങ്കിലും നാറ്റം വെച്ച് നാറും കൂറികളെയും പോവുള്ളൂ. കാര്യം എല്ലാ അവന്റെ കാര്യങ്ങളും ജനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും. ഏതായാലും ചേട്ടാ, ഈ ബിഗ് ബോസിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടനുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? എല്ലാരും പറയുന്ന അനീഷ് കപ്പെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അനുമോള് ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയാണ്. ഇപ്പൊ അനുമോളിന് കളിക്കാൻ അറിഞ്ഞൂടാന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. പക്ഷെ അനുമോള് നല്ല ബുദ്ധിയുള്ളവളാണ്. ആ കരച്ചിലിൽ തന്നെ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കാം. അത് റിയലായിട്ട് കണ്ണീരല്ല, അഭിനയമാണ്. റിയലായിട്ടുള്ള കണ്ണീര്, അത് അഭിനയമാണ്. പിന്നെ ഷാനവാസ് എന്ന് പറയുന്ന ആള് നല്ല കഴിവുള്ള വ്യക്തിയാണ്. കളി പഠിച്ച ആളാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്താണ് ഏതാണെന്നുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കളി പഠിച്ചിട്ട് വന്ന് കളിക്കുന്നവനാണ് അനീഷ്. ഷാനവാസ് അതുപോലെ തന്നെ. ഷാനവാസ് ആദ്യം ഉണ്ടാകുന്ന നിന്നു. ഇപ്പൊ ഷാനവാസ് പൊരുതി തുടങ്ങി. കാര്യം ഇങ്ങനെ സെറ്റായാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ള നമുക്ക് പറയാൻ പറ്റില്ല. എവരൊക്കെയാണ് ഇപ്പൊ എല്ലാരും നിർത്തുന്നത്. പിന്നെ അനുമോള് ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ആദില നൂറ ഉണ്ടല്ലോ, അവർക്കും കപ്പെടുക്കാലോ, അവർക്കും കളി അറിയാലോ. അല്ലാതെ അവര് ചുമ്മാ ഇവിടെ വരൂലല്ലോ. ഇതിലാരെങ്കിലും എടുക്കും. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടന്റെ പ്രഡിക്ഷൻ ഞങ്ങൾക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ അപ്പൊ ചേട്ടാ, താങ്ക് യു. ഓക്കെ.